സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കണം. നോക്ക്, മനുഷ്യരോട് ആലോചന ചോദിക്കാതെ ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട് അബ്രഹാം ഇസഹാക്കിനെ കൂട്ടി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങുകയാ. ഇസഹാക്ക് ചോദിക്കുന്നു, അപ്പ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആടെവിടെ? അവിടെ തകർന്ന ഹൃദയത്തോടെ അപ്പൻ പറയുകയാണ്, യഹോവ ഈരേ, കരുതിക്കൊള്ളും, കർത്താവ് കരുതിക്കൊള്ളും. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങി യാഗപീഠത്തെ പണിതു. മകനെ യാഗവസ്തുവായി യാഗപീഠത്തിന്മേൽ സമർപ്പിച്ച് കത്തി ഇസഹാക്കിന് നേരെ ഓങ്ങുമ്പോൾ ഓങ്ങിയ കത്തിക്കും യാഗപീഠത്തിന് മധ്യേ ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുകയാണ്. ഇസഹാക്കിന്റെ മേൽ കത്തി വയ്ക്കരുത്. അവിടെ ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഇന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുക, സാധ്യതകൾ അവസാനിച്ചു എന്ന് പറയുന്നയിടത്ത് ഇനി ഒരു നന്മയും വരികയില്ല എന്ന് പറയുന്നയിടത്ത് നീ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ പോകുന്നു.